ലോക ചരിത്രത്തിൽ സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും താഴ്ചയും എക്കാലത്തും സംഭവിക്കുന്ന ഒന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട അമേരിക്കൻ കേന്ദ്രീകൃതമായ ആഗോള സുരക്ഷാ ക്രമത്തിന് ഇപ്പോൾ കാര്യമായ ഇളക്കം തട്ടിത്തുടങ്ങിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കുമായി പാശ്ചാത്യ ശക്തികളെ, പ്രത്യേകിച്ച് അമേരിക്കയെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ ചിത്രം പാടെ മാറുകയാണ്. സ്വന്തം മണ്ണിലെ സുരക്ഷയും ഭാവിയും വിദേശ ശക്തികളുടെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കാതെ പ്രാദേശിക കൂട്ടായ്മകളിലൂടെയും തന്ത്രപരമായ നയതന്ത്രത്തിലൂടെയും പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ ഏഷ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച ചരിത്രപ്രസിദ്ധമായ മക്ക സംയുക്ത പ്രതിരോധ കരാറും അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാന്റെ ചബഹാർ തുറമുഖത്ത് ഇന്ത്യ ആവിഷ്കരിക്കുന്ന തന്ത്രപരമായ പ്ലാനും. ഈ രണ്ട് സംഭവ വികാസങ്ങളും കേവലം ചില രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങൾ മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയിൽ വരുന്ന വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഒരു രാജ്യത്തെ അതിന്റെ സഖ്യകക്ഷികളുടെ മേൽ എന്നേക്കുമായി ആശ്രിതരാക്കി മാറ്റുന്നതിലല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിലാണ് മികച്ച പ്രതിരോധ സഖ്യത്തിന്റെ വിജയം കുടികൊള്ളുന്നത്. ഈ ഒരു വലിയ തിരിച്ചറിവിൽ നിന്നാണ് പുതിയ ലോകക്രമത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് 2026 ഓഗസ്റ്റിൽ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായ മക്കയിൽ വെച്ച് തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നത്. റിയാദോ, അങ്കാറയോ, ഇസ്ലാമാബാദോ നേരിട്ട ഏതെങ്കിലും പെട്ടെന്നുള്ള സുരക്ഷാ ഭീഷണിയുടെ ഫലമായി തട്ടിക്കൂട്ടിയ ഒന്നല്ല ഈ സഖ്യം. മറിച്ച് ഭൂമിശാസ്ത്രപരമായും സാമ്പത്തിക സൈനിക ശേഷികളിലും വ്യത്യസ്തരായ, എന്നാൽ തന്ത്രപരമായ താൽപ്പര്യങ്ങളിൽ സമാനതകളുള്ള മൂന്ന് വലിയ പ്രാദേശിക ശക്തികളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കൂടിച്ചേരലാണിത്. അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികൾക്ക് മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ പുതിയ സാഹചര്യത്തിൽ പഴയതുപോലെ സുരക്ഷാ ഗ്യാരണ്ടി നൽകാനാവില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇതിലേക്ക് ഈ രാജ്യങ്ങളെ നയിച്ചത്. ഈ സഖ്യത്തിന്റെ ഘടന സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിന്റെ യഥാർത്ഥ കരുത്ത് വ്യക്തമാകും. ലോകത്തെ ഏറ്റവും വലിയ ഊർജ്ജ സാമ്പത്തിക ശക്തികളിലൊന്നായും ഇസ്ലാമിക ലോകത്തെ ആത്മീയ നേതൃത്വമായും സൗദി അറേബ്യ നിലകൊള്ളുന്നു. യൂറോപ്പിനെയും മിഡിൽ ഈസ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന പാലമായി നിൽക്കുന്ന സൈനിക ശേഷിയിലും നവീന പ്രതിരോധ സാങ്കേതിക വിദ്യകളിലും ഏറെ മുന്നിലുള്ള രാജ്യമാണ് തുർക്കി. അത്യാധുനിക ഡ്രോണുകളും പോർ വിമാനങ്ങളും വികസിപ്പിക്കുന്നതിൽ അങ്കാറ ഇന്ന് മുൻപന്തിയിലാണ്. മൂന്നാമതായി വലിയൊരു സൈനിക വ്യൂഹവും യുദ്ധമുഖത്തെ പ്രായോഗിക പരിചയവുമുള്ള പാകിസ്ഥാൻ. ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിക്കുമ്പോൾ രൂപപ്പെടുന്നത് കേവലം ഒരു കടലാസ് കരാറല്ല, മറിച്ച് സാമ്പത്തികവും സൈനികവും ഭൂമിശാസ്ത്രപരവുമായ ഒരു പുതിയ പ്രതിരോധ വൻമതിലാണ്. അനറ്റോലിയൻ പീഠഭൂമിയിൽ തുടങ്ങി അറേബ്യൻ ഉപദ്വീപിലൂടെ ദക്ഷിണേഷ്യ വരെ നീളുന്ന ഒരു കൂറ്റൻ ഭൂമിശാസ്ത്ര ത്രികോണമാണ് ഈ സഖ്യം സൃഷ്ടിക്കുന്നത്. മെഡിറ്ററേനിയൻ, ചെങ്കടൽ, അറേബ്യൻ കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന സമുദ്രപാതകളുടെ പരോക്ഷ നിയന്ത്രണം ഇതിലൂടെ ഈ രാജ്യങ്ങൾക്ക് സ്വന്തമാകുന്നു. ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥ പ്രധാന സൈനിക സഖ്യങ്ങളായ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 സമാനമായ ഒന്നാണ്. അതായത് സഖ്യത്തിലുള്ള മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേർക്കുണ്ടാകുന്ന സൈനിക ആക്രമണത്തെ മൂന്ന് രാജ്യങ്ങൾക്കും നേരെയുള്ള കൂട്ടായ ആക്രമണമായി പരിഗണിക്കും. ഇത് തികച്ചും ആത്മരക്ഷാർത്ഥമുള്ള ഒരു പ്രതിരോധ കൂട്ടായ്മയാണ്. സമീപകാലത്ത് ഇറാനുമായുള്ള ബന്ധത്തിൽ സൗദി അറേബ്യ വളരെ നയതന്ത്ര മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഏറ്റുമുട്ടലിന് റിയാദ് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. മറിച്ച് തങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ അവർക്ക് നേരിടേണ്ടി വരിക സൗദിയെ മാത്രമല്ല, തുർക്കിയുടെ സാങ്കേതിക വിദ്യയെയും പാകിസ്ഥാന്റെ സൈനിക കരുത്തിനെയും കൂടിയായിരിക്കും എന്ന ശക്തമായ മുന്നറിയിപ്പാണ് റിയാദ് ലോകത്തിന് നൽകുന്നത്. ശത്രുരാജ്യത്തിന് യുദ്ധത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ വില താങ്ങാനാവാത്തതാക്കി മാറ്റി അവരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ കാതൽ. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം അവരുടെ സ്വതന്ത്രവും വിശാലവുമായ വിദേശ നയത്തിന്റെ ഭാഗമാണ്. ഗാസയിലെ യുദ്ധവും ഇസ്രായേലുമായി ഉണ്ടായ കടുത്ത ഭിന്നതകളും കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ പുതിയ അച്ചുതണ്ടുകളുടെ രൂപീകരണവും അങ്കാറയെ പുതിയ സുരക്ഷാ പങ്കാളികളെ തേടാൻ പ്രേരിപ്പിച്ചു. നാറ്റോ അംഗമാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് മാത്രം സദാ വഴങ്ങിക്കൊടുക്കാതെ സ്വന്തം തന്ത്രപരമായ സ്വാതന്ത്ര്യം നിലനിർത്താൻ തുർക്കി അതിയായി ആഗ്രഹിക്കുന്നു. സൗദിയെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് ഡോളർ മുടക്കി ആയുധങ്ങൾ വിദേശത്ത് നിന്ന് വാങ്ങിക്കൂട്ടുന്നതിനപ്പുറം തദ്ദേശീയമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാനും രഹസ്യാന്വേഷണ ശേഷി വർദ്ധിപ്പിക്കാനും ഈ സഖ്യം ദീർഘകാല അടിസ്ഥാനത്തിൽ സഹായിക്കും. വ്യവസായ സംയോജനവും സാങ്കേതിക വിദ്യയും സാമ്പത്തിക നിക്ഷേപവും ഒന്നിക്കുമ്പോൾ ഇസ്ലാമിക ലോകത്ത് തികച്ചും സ്വയം പര്യാപ്തമായ ഒരു പുതിയ പ്രതിരോധ വ്യവസായ അടിത്തറ ഉയർന്നു വരികയാണ്. മിഡിൽ ഈസ്റ്റിൽ പുതിയ പ്രതിരോധ സമവാക്യങ്ങൾ രൂപപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് ഇറാനിൽ അമേരിക്കൻ ഉപരോധങ്ങളെ തങ്ങളുടെ നയതന്ത്ര മികവ് കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്ക് പ്രവേശനം നൽകുന്ന തന്ത്രപ്രധാന കവാടമാണ് ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള ചബഹാർ തുറമുഖം. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്ത് ചൈന പിടിമുറുക്കുമ്പോൾ അതിന് മറുപടിയായാണ് ഇന്ത്യ ദീർഘകാല കരാറിലൂടെ ചബഹാർ തുറമുഖം വികസിപ്പിച്ചത്. എന്നാൽ അമേരിക്കൻ ഉപരോധങ്ങളുടെ രൂപത്തിൽ ഈ തന്ത്രപ്രധാന വാണിജ്യ സ്വപ്നത്തിന് മുകളിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. മുൻപ് 2018 ചബഹാർ പദ്ധതിക്ക് അമേരിക്കൻ ഭരണകൂടം പ്രത്യേക ഉപരോധ ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും ആ ഇളവുകൾ റദ്ദാക്കപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പുതിയ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉപരോധ ഭീഷണികൾ വീണ്ടും ഉയർന്നു വരികയാണ്. എന്നാൽ ഈ പ്രതിസന്ധിക്ക് മുന്നിൽ കൈകെട്ടി നോക്കി നിൽക്കാൻ ന്യൂഡൽഹി തയ്യാറല്ല.
അമേരിക്കൻ ഉപരോധം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുകയാണെങ്കിൽ തങ്ങളുടെ സ്വപ്ന പദ്ധതി നിലച്ചു പോകാതിരിക്കാൻ ഇന്ത്യ വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതായാണ് പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഉപരോധ പ്രതിസന്ധികൾ അവസാനിക്കുന്നതുവരെ ചബഹാർ തുറമുഖത്തിന്റെ ദൈനംദിന നടത്തിപ്പ് ചുമതലകൾ താൽക്കാലികമായി ഒരു പ്രാദേശിക ഇറാനിയൻ ഏജൻസിയെ ഏൽപ്പിക്കാനാണ് ഇന്ത്യയുടെ ആലോചന. ഇതിലൂടെ ഇന്ത്യയുടെ ഔദ്യോഗിക കമ്പനികൾക്ക് നേരെ നേരിട്ട് വരാനിടയുള്ള അമേരിക്കൻ ഉപരോധ ഭീഷണികളെ ഫലപ്രദമായി തടയാൻ സാധിക്കും. അതേസമയം തന്നെ ചബഹാർ വഴിയുള്ള ഇന്ത്യയുടെ നിർണായകമായ വ്യാപാരവും ചരക്ക് നീക്കവും യാതൊരു തടസ്സവുമില്ലാതെ തുടരുകയും ചെയ്യും. ചൈനീസ് സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിനും വിശാലമായ മധ്യേഷ്യൻ വിപണികളിലേക്കുള്ള പ്രവേശനം നിലനിർത്തുന്നതിനും ചബഹാർ തുറമുഖം ഇന്ത്യക്ക് ഒഴിവാക്കാനാവാത്തതാണ്. മക്ക കരാറും ഇന്ത്യയുടെ ചബഹാർ തന്ത്രവും ഒരേ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധ നയങ്ങളും സാമ്രാജ്യത്വ സുരക്ഷാ അജണ്ടകളും ലോകരാജ്യങ്ങളെ പുതിയ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കുന്നു. ഒരു കാലത്ത് വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരു ചെറിയ പ്രഖ്യാപനം പോലും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ഭയപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലെയുള്ള സൗഹൃദ രാജ്യങ്ങൾ പോലും ഉപരോധങ്ങളെ മറികടക്കാൻ പ്രായോഗികമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ എതിരാളികളെ വിഘടിപ്പിച്ച് മുട്ടുകുത്തിക്കാമെന്ന പാശ്ചാത്യ ബോധ്യം എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം ഇതോടെ ശക്തമാവുകയാണ്. വ്യാപാര ശൃംഖലകൾ പുനഃക്രമീകരിച്ചും അയൽ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സൈനിക ബന്ധം ശക്തമാക്കിയും ഏഷ്യൻ രാജ്യങ്ങൾ നടത്തുന്ന ഈ ശാന്തമായ പ്രതിരോധം ആഗോള രാഷ്ട്രീയത്തിൽ അതിവേഗം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഇനി വിദേശ വൻശക്തികളുടെ മാത്രം സൗകര്യത്തിനനുസരിച്ച് വരയ്ക്കപ്പെടില്ല എന്നതിന്റെ ഉച്ചത്തിലുള്ള പ്രഖ്യാപനമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്ക മുതൽ ചബഹാർ വരെ നീളുന്ന ഈ പുതിയ മാറ്റങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്: പ്രാദേശിക ശക്തികൾ തങ്ങളുടെ വിധി സ്വന്തം കൈകളിലേക്ക് ഏറ്റെടുക്കുകയാണ്. തന്ത്രപ്രധാനമായ സമുദ്രപാതകളുടെ നിയന്ത്രണവും സ്വന്തം കാലിൽ നിൽക്കുന്ന പുതിയ പ്രതിരോധ സഖ്യങ്ങളും അന്യായമായ ഉപരോധങ്ങളെ മറികടക്കുന്ന സാമ്പത്തിക തന്ത്രങ്ങളും ചേർന്ന് മിഡിൽ ഈസ്റ്റിനെയും ഏഷ്യൻ ഭൂഖണ്ഡത്തെയും ആഗോള അധികാരത്തിന്റെ പുതിയ പ്രഭവ കേന്ദ്രമാക്കി മാറ്റുകയാണ്. വരും നാളുകളിൽ ആഗോള സാമ്പത്തിക സുരക്ഷാക്രമം ഈ പ്രാദേശിക വൻശക്തികളുടെ ദീർഘവീക്ഷണമുള്ള ചുവടുവെപ്പുകളെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ഇത് കേവലം നയതന്ത്രത്തിന്റെ വിഷയമല്ല, മറിച്ച് ആത്മാഭിമാനത്തോടെയുള്ള നിലനിൽപ്പിന്റെ പുതിയ പാഠമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.